ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഉഗ്രൻ മീൻകറി തയ്യാറാക്കി എടുക്കാം. ഈ മീൻകറി തയ്യാറാക്കുന്നതിനായി വെള്ള ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 500 ഗ്രാം അളവിലാണ് ഈ മീൻ എടുത്തിരിക്കുന്നത്. ഈ മീൻകറിയിലേക്ക് ചേർക്കാനായി 8 അല്ലി വലിയ വെളുത്തുള്ളിയും സാധാരണ മീഡിയം സൈസിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു വലിയ കഷ്ണം കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കുതിർക്കാനായി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് വേണ്ട പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു വലിയ തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. മീൻകറി തയ്യാറാക്കുന്നതിനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ മതിയാകും. മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നത് വരെ ചൂടായതിനു ശേഷം അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് എണ്ണയൊന്ന് തെളിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും 1 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വന്നാൽ പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീനെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീൻകറി നന്നായി തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമായ അടിപൊളി മീൻകറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഈ മീൻകറി ചൂടോടുകൂടി തന്നെ കപ്പയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.
ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക്